So, welcome to yet another vlog of yours truly Vaishna Arun. ഇന്ന് നിങ്ങൾ ഒരുപാട് വീഡിയോസിനെ പറ്റി കണ്ടിട്ടുണ്ടാവും. ബട്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് ആണ് ഫോർ ഡെലിവറി. ഇറ്റ്സ് കനേഡിയൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് എഡിഷൻ. സോ ഈ ഒരു ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ ഡോക്ടറിൻ്റെ ഒരു അഡ്വൈസ് പ്രകാരവും ആ ഹോസ്പിറ്റലിൻ്റെ ഒരു ഫെസിലിറ്റിയുടെ ഒരു അഡ്വൈസ് പ്രകാരമാണ്. ആൻഡ് അത് ഞാൻ ചെയ്തത് എന്താ പറയുക, ഡയറക്റ്റ് ഡോക്ടറായിട്ടുള്ളൊരു ടോക്ക് മൂലമോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. പൊതുവായിട്ട് എല്ലാ എന്താ പറയുക പ്രഗ്നൻറ്റ് വുമൻസിനും ഹോസ്പിറ്റലിൽ നിന്ന് ഇതുപോലെ ഇവിടെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഇങ്ങനത്തെ ഒരു ബുക്ക്ലെറ്റ് പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു ബുക്ക്ലെറ്റിൽ ഒരു A to Z കാര്യങ്ങൾ നമ്മുടെ പ്രഗ്നൻസിയുടെ ഒരു എന്താ പറയുക ഒരു 20th വീക്ക് മുതൽ അല്ലെങ്കിൽ ഒരു ബിഫോർ ദാറ്റ് അത് മുതൽ ശ്രദ്ധിക്കേണ്ട എൻഡ് ഓഫ് ദ പ്രഗ്നൻസി ടിൽ ആഫ്റ്റർ ബർത്തും അതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന വരെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളൊരു ബുക്ക്ലെറ്റാണ്. അപ്പോൾ ഇതിലൊരു പോർഷനായിട്ടാണ് എന്തൊക്കെ കാര്യങ്ങൾ ഹോസ്പിറ്റൽ ബാഗിൽ പാക്ക് ചെയ്യണം അങ്ങനെയുള്ളത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലൊരു പേജിൽ ഇങ്ങനെ ഒരു വശത്തായിട്ട് അമ്മയ്ക്കുള്ള കാര്യങ്ങൾ, പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണം, എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതും, പിന്നെ ഒരു ഭാഗത്ത് ബേബിക്ക് എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലില്ലാത്ത കുറച്ച് സാധനങ്ങളും ആഡ് ഓൺ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ് കണ്ടാലോ? ഓക്കെ. സോ ഇതാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗ്. നിങ്ങൾ ഇരിക്കണ എന്തൊരു വലിയ പെട്ടിയെന്നൊക്കെ. ഞാൻ ഫസ്റ്റ് ക്യാബിൻ ബാഗിലാണ്, അതായത് നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ കൊണ്ടുവരുന്ന ക്യാബിൻ ബാഗിൽ നമ്മുടെ ചെറുത് 7 kilos ഓൾമോസ്റ്റ് 9 kilos ഒക്കെ കൊള്ളാവുന്ന അതിലാക്കിയപ്പോൾ ഉണ്ണിയുടെ കാര്യങ്ങൾ തന്നെ ഫില്ല് ചെയ്തപ്പോൾ നിറഞ്ഞു പോയി. പിന്നെ എൻ്റെ 2-3 സാധനങ്ങൾ കൊണ്ട് മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ. സോ അതാണ് നമ്മൾ ഇത്രയും വലിയ പെട്ടിയിലോട്ട് സ്വിച്ച് ചെയ്തത്. സോ നമുക്ക് ഹോസ്പിറ്റൽ ബാഗ് കാണാം. സോ ഇതാണ് ബേസിക്കലി എൻ്റെ ഹോസ്പിറ്റൽ ബാഗ്. ഇത് ഒരു വശം ബേബിക്കുള്ളതും ഒരു വശം എന്താ പറയുക എൻ്റെ സാധനങ്ങളായിട്ടാണ് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത്. ഫുള്ളി പാക്ഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതിൽ ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടി ആഡ് ചെയ്യാണ്ട്, അതിൽ കുറച്ച് സാധനം ഇപ്പോൾ ആഡ് ചെയ്യണം. ഇനി കുറച്ച് സാധനം നമുക്ക് അറ്റ് ലാസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ നിലവിൽ എന്തൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഫസ്റ്റ് എനിക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ എൻ്റെ ബാഗ് ഈ ഭാഗമാണ്. നമുക്ക് കാണാം എന്താണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു കുട്ടി കവറിലാക്കിയിട്ട് എൻ്റെ സ്ലിപ്പേഴ്സും സോക്സും ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഒരു നല്ല കട്ടിയുള്ള 2 പെയർ ഓഫ് സോക്സാണ് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത്. 2 പെയർസ് ആണ് ഞാൻ സോക്സ് പാക്ക് ചെയ്തിട്ടുള്ളത്, 1 and 2. പിന്നെ അതുപോലെ തന്നെ ഒരു നല്ല കോംഫി ആയിട്ടുള്ള ഒരു പെയർ സ്ലിപ്പറും ആണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അടുത്ത മെയിൻ ഐറ്റം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ബുക്ക്ലെറ്റിൽ ഉണ്ടായിരുന്നതാണ് നമുക്കൊരു 2 പൈജാമ
സെറ്റ് പൈജാമ അല്ലെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള മെറ്റേണിറ്റി വെയറോ അങ്ങനെ എന്തെങ്കിലും ബേബിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ എളുപ്പത്തിലുള്ള എന്താ പറയുക ഡ്രസ്സസ്. അതിൽ ഒരെണ്ണം ഞാനൊരു എന്താ പറയുക ഓപ്പൺ ചെയ്യുന്നില്ല, ഞാൻ നല്ല കഴുകി മടക്കി വെച്ചിട്ടുള്ള സാധനമാണ്. ഒരു എന്താ പറയുക നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ക്ലോത്തിൻ്റെ ഒരു മെറ്റേണിറ്റി ഡ്രസ്സാണ്. ഒരു മുട്ടിന് താഴെ നിൽക്കുന്ന ഒരു നല്ലൊരു ഡ്രസ്സ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു പൈജാമ സെറ്റ്, അതായത് പാൻറ്റും ടോപ്പും ഒരു ഷർട്ട് വരുന്ന ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് വെച്ചിട്ടുള്ളത്. അത് രണ്ട് ജോഡി വെക്കാനാണ് അതിൽ പറഞ്ഞിട്ടുള്ളൂ. ബട്ട് ഞാൻ എക്സ്ട്രാ ഒരു ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു കുട്ടി ഡ്രസ്സും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. ഈ 3 ഡ്രസ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് ഡ്രസ്സിൻ്റെ ഒരു ഇതുള്ളത്. പിന്നെ അടുത്തത് എന്താ പറയുക ഒരു എന്താ പറയുക ബാത്ത് ടവലും ഒരു ഫേസ് ടവലും ഞാൻ ഒരു വൈറ്റ് ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടോയ്ലറ്ററീസ് ആണ്. അതിൽ ഞാൻ ഈ ഒരു പൗച്ചിൽ ഞാൻ മെയിനായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് ടിഷ്യൂസ് വെച്ചിട്ടുണ്ട്. ഒരു കുട്ടി ഹാൻഡി ആയിട്ടുള്ള പോക്കറ്റ് യൂസിന് പറ്റിയ ടിഷ്യൂ ഒരു 4 പാക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. അതാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ എനിക്ക് കുറച്ച് ലാസ്റ്റ് മിനിറ്റ് ലിപ് ബാം, ഒരു എന്താ പറയുക എന്തെങ്കിലും വേറെ കോസ്മെറ്റിക് എന്തെങ്കിലും ഐറ്റംസ് വെക്കണമെങ്കിൽ വെക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പൗച്ച്. ഇപ്പം നിലവിൽ ഇതിൽ ഞാനൊരു 3-4 പാക്കറ്റ്സ് ഓഫ് എന്താ പറയുക നമ്മുടെ ടിഷ്യൂ ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ ദിസ് ഈസ് മൈ ടോയ്ലറ്ററി ബാഗ്. ഇതിൽ കാര്യമായിട്ടുള്ളതൊന്നും ഇല്ല, കാണിച്ചുതരാം. ഇതൊരു കുട്ടി സോപ്പ് ബാറാണ്, ഒരു ചെറുത്. പിന്നെ ഒരു ഷാംപൂ, ഇൻ കേസ് നമുക്ക് ഹെയർ വാഷ് ചെയ്യേണ്ട വന്നാൽ ഒരു ഷാംപൂ. മസ്റ്റ് ഹാവ് തിങ് എന്താ പറയുക ഒരു സാനിറ്റൈസർ. പിന്നെ ഒരു ടൂത്ത് പേസ്റ്റ്, വെരി മിനിമൽ വൺ, ഭയങ്കര ചെറുതായിട്ടുള്ള ഒരെണ്ണമാണ്. പിന്നെ ഇതാ ഇങ്ങനെ ക്ലോസ് ആൻഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂത്ത് ബ്രഷ്. പിന്നെ ഒരു റേസർ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കോട്ടൺ സ്വാബ്, ഒരു കോട്ടൻ്റെ ഒരു ചെറിയ ഒരു ടിഷ്യൂ, കോട്ടൺ ടിഷ്യൂ വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷേവ് ചെയ്യണം ആ നേരത്ത് വല്ല അർജൻറ്റായിട്ട് നമ്മളോട് ഷേവ് ചെയ്യാൻ പറയുമോ അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഷേവിങ് ക്രീം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബോഡി മോയ്സ്ചറൈസർ, പിന്നെ ഒരു ഫേസ് വാഷ്. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫേസ് വാഷ് ഞാൻ കുഞ്ഞു കുപ്പിയിലാക്കിയിട്ട് പകർത്തി വെച്ചതാണ്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബോഡി മോയ്സ്ചറൈസറും അത് നമ്മൾ കുപ്പിയിലാക്കി ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ടോയ്ലറ്ററി ബാഗ്. ദ നെക്സ്റ്റ് തിങ് ഈസ് ഓഫ് കോഴ്സ് ഇന്നർ വെയേഴ്സ്. ഇന്നർ വെയർ ഞാൻ വെച്ചിട്ടുണ്ട്, ഒരു 2-3 സെറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മേടിച്ച് പാക്ക് ചെയ്ത മറ്റൊരു എന്താ പറയുക എസെൻഷ്യലായെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബാഗിലും കൊടുത്തിട്ടുള്ള ഒരു സാധനമായിരുന്നു എന്ത് ഡിസ്പോസിബിൾ പാൻറ്റീസ്. നമ്മുടെ നോർമൽ പാൻറ്റീസിൻ്റെ ഒരു പ്രശ്നം എന്നല്ല, നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്ക് ചിലപ്പോൾ അത് പ്രശ്നമാവണമെന്നില്ല, റെഗുലർ നമ്മൾ യൂസ് ചെയ്യുന്ന പാൻറ്റീസ്. ബട്ട് സിസേറിയൻ കഴിയണവർക്കാണെങ്കിൽ ഇൻ കേസ് നമുക്ക് പറയാൻ പറ്റില്ല സിസേറിയൻ ആണോ അതോ നോർമൽ ഡെലിവറി ആണോ എങ്ങനെയാണെന്നുള്ള
അറിയില്ല. ഇൻ കേസ് നമ്മുടെ എന്താ പറയുക സിസേറിയൻ ആണെങ്കിൽ നമുക്ക് വൂണ്ട് ഉണ്ടാവുമല്ലോ, നമുക്ക് സി സെക്ഷൻ്റെ ഒരു വൂണ്ട് ഉണ്ടാവും. അപ്പം നോർമൽ നമ്മുടെ പാൻറ്റീസ് ഇടുമ്പോൾ ഒരു ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള എലാസ്റ്റിക് ആയിരിക്കുമല്ലോ അതിൻ്റെ ചുറ്റും. അപ്പം അതിൽ നിന്നുണ്ടാവുന്ന ഒരു ഡിസ്കംഫേർട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ്. എനിക്ക് ആ ഒരു ബുക്ക്ലെറ്റിൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നി അതാണ് ഡിസ്പോസിബിൾ പാൻറ്റീസ്. ഇതിലൊരെണ്ണം ഞാനെടുത്ത് കാണിച്ചു തരാം. ഇതാണ് ഡിസ്പോസിബിൾ പാൻറ്റീസ്. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെച്ചബിൾ ആയിരിക്കും. ഒരു ഷോർട്ട്സ് പോലെ നമുക്ക് ഇടാം. വളരെ എന്താ പറയുക, ഭയങ്കര ടൈറ്റ് ആവാതെ നല്ല കംഫർട്ടബിളായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക, ഇൻ കേസ് അറിയില്ല നമുക്ക് ഓവർ എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാവാം നമുക്കത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട്. പിന്നെ അതല്ലെങ്കിൽ സി സെക്ഷൻ്റെ വൂണ്ടിൻ്റെ സി സെക്ഷൻ ആണെങ്കിൽ ആ വൂണ്ടിൻ്റെ അവിടെ ഭയങ്കര പ്രഷർ നോർമൽ പാൻറ്റീസ് കൊടുക്കില്ല. അപ്പോൾ അതില്ലാണ്ടിരിക്കാനൊക്കെ ഹെൽപ്ഫുള്ളായി ആവും. അപ്പോൾ നമുക്കറിയില്ല എനിക്ക് സി സെക്ഷൻ ആണോ വരിക അല്ലെങ്കിൽ ഒരു നോർമൽ ഡെലിവറി ആണോ എന്നൊന്നും നമുക്കറിയില്ല. സോ ഫോർ ദാറ്റ് ഞാൻ മേടിച്ചൊരിതാണ് എന്ത് ഡിസ്പോസിബിൾ പാൻറ്റീസ്. നമുക്കത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യൂസ് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ മെൻസ്ട്രൽ പാഡ് എങ്ങനെയാണോ ഡിസ്പോസ് ചെയ്യുന്നത് അതുപോലെ നമുക്കിത് ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ മെൻസ്ട്രൽ പാഡ് മേടിച്ചതല്ല, ഇതെൻ്റെ നേരത്തെ സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ്. പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ നമ്മുടെ നോർമൽ പാൻറ്റീസ് ടൈപ്പ് പോലെയുള്ള എന്താ പറയുക ഇതാണ് പാഡ്സാണ്, മെൻസ്ട്രൽ പാഡ്സാണ്. പിന്നെ ഒരു കൂട് ടിഷ്യൂ, ഒരു പെട്ടി ടിഷ്യൂ, വലിയ ടിഷ്യൂ. പിന്നെ എനിക്കൊരു വെള്ളം അല്ലെങ്കിൽ ഡ്രിങ്ക് വെള്ളം ഹോട്ടായിട്ടുള്ള എന്തെങ്കിലും കുടിക്കാൻ ഒരു കുട്ടി ഫ്ലാസ്ക്. പിന്നെ ഒരു ഹോട്ട് ബാഗ്. ഇത് ഹോസ്പിറ്റൽ ബാഗിൽ അല്ല, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ആ ബുക്ക്ലെറ്റിൽ ഞാൻ കണ്ടില്ല. ബട്ട് കുറേ പേര് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ അത് കാരണം നമ്മൾ ഹോട്ട് ബാഗ് അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ഞാനിപ്പോൾ നിലവിൽ പാക്ക് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. ഇനി ഇതിലോട്ട് കുറച്ച് സാധനങ്ങൾ ആഡായി വരാനുണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്ക് എൻ്റെ ഹോസ്പിറ്റൽ ഫയൽസ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക ബർത്ത് പ്ലാൻ. നമുക്ക് കുറച്ച് വീക്കും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിലവിൽ എൻ്റെ 30th വീക്കിലാണ്. ഓൾമോസ്റ്റ് 7 months കഴിയാറായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബർത്ത് പ്ലാൻ ഒന്നും ഇതുവരെ ഡോക്ടർ തന്നിട്ടില്ല. ഇനി ഒരു സ്കാനിങ് കൂടി ഉണ്ട്. അപ്പോൾ അതിന് ശേഷം എനിക്ക് എൻ്റെ ബർത്ത് പ്ലാൻ, അതായത് നമുക്ക് സി സെക്ഷൻ വേണോ അതോ നോർമൽ ഡെലിവറി വേണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫുള്ളി ഇതായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ബർത്ത് പ്ലാൻ. അപ്പോൾ അത് കൈ കിട്ടുമ്പോൾ അതും എല്ലാം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെ കൂടി എൻ്റെ ഒരു ഭാഗത്ത് എസെൻഷ്യലായിട്ട് വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഭാഗത്ത് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ള മെയിനായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് കുറച്ചും കൂടി സാധനങ്ങൾ എന്തായാലും ആഡ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ അതും കൂടി നമുക്കിനി ലാസ്റ്റ് ആഡ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഭാഗത്ത് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബേബിയുടെ ഭാഗത്തോട്ട് കിടക്കാം കേട്ടോ. സോ നെക്സ്റ്റ് നമ്മൾ ബേബിക്ക് എന്തൊക്കെയാണ് പാക്ക് ചെയ്തിട്ടുള്ളത് കാണാം. ഫസ്റ്റ് ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി നമുക്ക് ഉണ്ണീനെ കിട്ടുമ്പോൾ നമുക്ക് പൊതിയുള്ള ഒരു ബ്ലാങ്കറ്റാണ്. നല്ല സൂപ്പർ സോഫ്റ്റായിട്ടുള്ള ബ്ലാങ്കറ്റാണ്. പിന്നെ ബേബിയുടെയും എൻ്റെയും ക്ലോത്ത്സ് പാക്ക് ചെയ്ത് എല്ലാം മേടിച്ചതിന് ശേഷം നമ്മൾ തറവായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് നന്നായി ചിലതൊക്കെ അയൺ ചെയ്യാൻ പറ്റുന്നതൊക്കെ അയൺ ചെയ്തിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത്. അങ്ങനെ ഞാൻ പൊതിയാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്വാഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 3 സ്വാഡ് ക്ലോത്ത്സാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. 1 2 3. പിന്നെ അത് കഴിയുമ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ബേബിയുടെ ക്ലോത്ത്സാണ്. അത് ഞാനൊരു സെപ്പറേറ്റ് ഒരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത്. സോ അതിൽ ഞാനൊരു 2 റോംബർ, 3 നോർമൽ ഡ്രസ്സസ് അങ്ങനെയുള്ളതൊക്കെ പാക്ക് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഓൾമോസ്റ്റ് ഒരു 5 to 6 ഡ്രസ്സസാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഹോസ്പിറ്റലിലേക്ക് ഇടാനുള്ളത്. പിന്നെ നമുക്ക് കുഞ്ഞ് ബേബ് ക്ലോത്ത്സ്, അതായത് ഉണ്ണി പാല് കക്കെ അങ്ങനെ വല്ലതും ചെയ്യുമ്പോൾ ഇതാക്കാനുള്ളൊരു
3-4 എന്താ പറയുക ബർത്ത് ക്ലോത്ത്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വെച്ചിട്ടുള്ളത് 2 തൊപ്പി, കുഞ്ഞ് നല്ല ക്യൂട്ട് തൊപ്പി വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ണിക്ക് നല്ല കൈമിടാനുള്ള സോക്സും മിറ്റൻസും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞി ഞങ്ങൾ ഫസ്റ്റായിട്ട് ബേബിക്ക് മേടിച്ചിട്ടുള്ള ഒരു ഭയങ്കര എന്താ പറയുക ക്നിറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഷൂ, നല്ല ക്നിറ്റഡ് ആയിട്ടുള്ളൊരു ഷൂ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാർഡൊന്നല്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അതും ഒരു പെയർ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യം മാത്രമാണ് ബേബിക്ക് വെച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത വെച്ച സാധനം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഇത്തിരി വലിപ്പം കൂടുതലാണ്. പക്ഷെ ഞങ്ങളുടെ ബേബി ഉണ്ടാവാൻ പോകുന്നത് ഫെബ്രുവരി 10th എൻ്റെ ഡ്യൂ ഡേറ്റ്. സോ ഉണ്ണി ഉണ്ടാകാൻ പോകുന്ന അത്രയും എക്സ്ട്രീം വിൻ്ററിലായ കാരണം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കൊച്ചിനെ കൊണ്ടുവരുമ്പോൾ നല്ലപോലെ ലെയർ ചെയ്തിട്ട് വേണം കൊച്ചിനെ കൊണ്ടുവരാൻ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉണ്ണിക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ഫുള്ളി കവേർഡ് ആയിട്ടുള്ള എന്താ പറയുക ഒരു ഡ്രസ്സ്, ഒരു ജാക്കറ്റ് പോലെ എന്ന് പറയാം, ഒരു റോംബർ കൂട്ട് പോലത്തെ എന്താ പറയുക ഒരു നല്ല ഒരു ഡ്രസ്സും കൂടി സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ബുക്ക്ലെറ്റിൽ 1 പാക്കറ്റ് ഒരു വെറ്റ് വൈപ്സ്, നല്ല എന്താ പറയുക ഫ്രേഗ്രൻസ് ഒന്നും ഇല്ലാത്ത നല്ല സെൻസിറ്റീവ് അല്ലാത്ത തരത്തിലുള്ള വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എന്താ പറയുക വൈപ്സ് തന്നെ നിങ്ങൾ മേടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഡെയിലി ലോഷൻ ബേബിക്കുള്ളത് യൂസ്ഫുൾ എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് ഇനീഷ്യൽ ഡേയ്സ് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഫോർ ദ സേഫ് സൈഡ് ഇഫ് ദേ ആർ ആസ്കിങ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാൻ ജസ്റ്റ് ഒരു ബോഡി ലോഷൻ മാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയപ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതൊരു ന്യൂ ബോൺസിന് പറ്റിയ ടൈപ്പായിട്ടുള്ള ഡയപ്പറാണ്. ഇതൊരിക്കലും മറ്റേ പാൻറ്റീസ് കൂട്ടി കയറ്റിയിരുന്നാൽ നമുക്ക് എന്താ പറയുക വലിച്ചൊട്ടിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള പാമ്പേഴ്സാണ്. ഒരു 24 പീസസിൻ്റെ ഒരു ഡയപ്പറിൻ്റെ ബാഗാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ഞാൻ മേടിച്ചിട്ടുള്ളൊരു മറ്റൊരു കാര്യമാണ് ഉണ്ണിക്ക് പെസിഫയർ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ കോമൺ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, യൂസ് ചെയ്യണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഭൂരിഭാഗം ബേബീസ് ഇത് യൂസ് ചെയ്യാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് യൂസ് ചെയ്യുന്നത്. സോ ഇത് ഫോർ സൂത്തനിങ് ആണ്. ബേബീസിന് എന്താ പറയുക എപ്പോഴും ഉറിഞ്ചി നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇഫ് സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത്തിരി ഡിലേഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താലും ഇത് വെച്ച് കൊടുക്കുന്നത് ഇത്തിരി സൂത്തിങ് എഫക്റ്റ് തരുന്ന എനിക്ക് തോന്നുന്നു. സോ ഇത് ഞാൻ മേടിച്ച് സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ മേടിച്ചിട്ടുള്ളതാണ് ഫിലിപ്സിൻ്റെ എന്താ പറയുക ഒരു 3 ബോട്ടിൽ വരുന്ന ഫീഡിങ് ബോട്ടിൽ. ഇത് മേടിക്കുമ്പോൾ ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് ഇനി മേടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇത് ഏത് പ്രായത്തിലുള്ള ബേബീസിനാണ് യൂസ് ചെയ്യേണ്ടത്, മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൽ നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. ഞങ്ങളിവിടെ മേടിച്ചിട്ടുള്ളത് 0 to 3 months വരെയുള്ളതാണ് മേടിച്ചിട്ടുള്ളത്. അതായത് ഒരു 3 months കഴിഞ്ഞ ഇത്രയും കൂടി അബവ് പോയാലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നോക്കിയിട്ടാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 2 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടോ. ഇത് ഈ ഒരു ബോട്ടിൽ നിന്ന് മിൽക്ക് വരുന്നതിൻ്റെ ഫ്ലോനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിലാണ് ഈ 2 എന്ന് കൊടുത്തിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലെവൽ ഓഫ് ഒരു ഫ്ലോ വരുന്നതാണ് ഈ ബോട്ടിൽ നിന്ന് മിൽക്ക്. 3-4 അങ്ങനെയുണ്ട്. അതൊക്കെ ഭയങ്കര ഇത്തിരി കൂടി ഫാസ്റ്റ് ആയിട്ടായിരിക്കും വരുന്ന ഫ്ലോ ആയിരിക്കും. പക്ഷേ നിലവിൽ നമ്മുടെ കുഞ്ഞ് ബേബി ആയ കാരണം ഉണ്ടാകാൻ പോകുന്നത് ഭയങ്കര ന്യൂ ബോൺ ആണല്ലോ. അപ്പോൾ അത്രയും ഒരു ക്വാണ്ടിറ്റി ഒറ്റ ഇൻടേക്കിൽ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പയ്യെ ആണല്ലോ അവർ ഉറിഞ്ചി എന്തായാലും കുടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും സ്ലോ ഉള്ളത് മതി ഒരു ന്യൂ ബോണിന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇത്. അത് 3 ബോട്ടിലിൻ്റെ. ഇൻ കേസ് ഇത് ബുക്ക്ലെറ്റിൽ കൊടുത്തിട്ടില്ലേ, ബട്ട് ഇൻ കേസ് ദേ ആർ ആസ്കിങ് ഫോർ എ ബോട്ടിൽ നമുക്കിത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് മേടിച്ചിട്ടുണ്ട്. ഇത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പെട്ടിയിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ബുക്ക്ലെറ്റിൽ പറയാത്തൊരു സാധനം ഞാൻ മേടിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഫർദർ ചിലപ്പോൾ യൂസും വരാത്തതാണ് ബ്രസ്റ്റ് പമ്പ്. ഇത് മോംകോസി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ S12 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഷൻ ഓഫ് ബ്രസ്റ്റ് പമ്പാണ്. 2 എണ്ണം വരുന്നുണ്ട്. ഇത് നമുക്ക് ബാറ്ററി കൺട്രോൾഡാണ്, വയേർഡ് അല്ല. നമുക്ക് ചാർജ് ചെയ്യാം, എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ വേണമെങ്കിൽ ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്.
ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. ഉണ്ണിയുണ്ടായി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും. നെക്സ്റ്റ് ഇത്രയൊക്കെ സാധനങ്ങളാണ് മെയിനായിട്ട് ഉണ്ണിക്ക് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത്. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാത്റൂബ് എനിക്ക് വേണ്ടി ഞാൻ മേടിച്ചതാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള, അതായത് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളോട് എന്താ പറയുക കുളിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാത്റൂബ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള എന്താ പറയുക ബാത്റൂബാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ മെയിനായിട്ട് പാക്ക് ചെയ്ത സാധനങ്ങൾ. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിലെന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, ഇന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് എസെൻഷ്യലായിട്ട് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എല്ലാവരും ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടിൽ ദെൻ ബൈ.